ഹായ് എവരിബഡി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ഏറ്റവും നമ്മുടെ സാധാരണക്കാർക്കായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഇല്ലാത്ത വളരെ ലോ ലെവലിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് എല്ലാവരും ആ വീഡിയോ കണ്ട് ലൈക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു വിഭാഗത്തിനാണ് നമ്മൾ കൂടുതലായി ഫോക്കസ് ചെയ്തത് ഡെയിലി വേജ് എന്ന് വർക്കേഴ്സ് ചെയ്യുന്ന ആളുകൾ അല്ലെ. ഡെയിലി വേജ് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രത്യേകത എന്താണ്? ഡെയിലി വേജ് കൂലി കിട്ടുന്ന അവരെവിടെയും ഒരു പ്രത്യേകമായിട്ട് ആർക്കും ഒബ്ലിജ്ഡ് അല്ല. സോ അത് തന്നെയാണ് ആ മേഖലയുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആർക്കും ലാബിൾ അല്ല, ഒബ്ലിജ്ഡ് അല്ല എന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ പല ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുകയും മറ്റുള്ളവർ നമുക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ മേടിച്ചു തരാനില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. ആ ഒരു മേഖലനെ പറയുന്ന ഒരു പേരുണ്ട്, ഇന്ത്യയിൽ ഒട്ടാകെ മേഖല ഉണ്ട്. ആ മേഖലനെ പറയുന്ന പേരാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അസംഘടിത മേഖല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ അറിയാം, അസംഘടിത മേഖലക്ക് ഒരുപാട് തൊഴിലുകളുണ്ട്, അതൊരു കാര്യം. അസംഘടിത മേഖലക്ക് ഒരുപാട് യൂണിയനുകളുണ്ട്, അത് മറ്റൊരു കാര്യം അല്ലെ. അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുണ്ട്, അവരുടെ കാര്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഒരുപാട് സംഘടനകളുണ്ട്. അപ്പൊ ഇതിലൊക്കെ പ്രവർത്തിച്ചിട്ടും, ഇത്രയധികം സംഘടനകൾ പ്രവർത്തിച്ചിട്ടും, ഇത്രയധികം യൂണിയനുകൾ പ്രവർത്തിച്ചിട്ടും ഈ അസംഘടിത മേഖല ഇന്നും ശക്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയിലെ തന്നെ അസംഘടിത മേഖലയെ കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ഇപ്പോഴും 30 രൂപക്കോ 50 രൂപക്കൊക്കെ ജോലി ചെയ്യുന്ന, സാധാരണ വളരെ ലോ ലെവലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നാണ്. ഡെയിലി വേജ് 50 രൂപ 100 രൂപ എന്നൊക്കെ ലെവലിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ എത്രത്തോളം സംഘടനകൾ ഉണ്ടായാലും, എത്രത്തോളം അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഇംപ്രൂവ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലാണ് ഒരു രാജ്യം ഡെവലപ്പായി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ഞാനൊരു അസംഘടിതനാണോ, അല്ലെങ്കിൽ ഞാനൊരു മിഡിൽ ക്ലാസ് ആണോ, അല്ലെങ്കിൽ ഞാനൊരു റിച്ച് ആണോ, പൂർ ആണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സ്ഥിരമായിട്ടൊരു പല്ലവി ഉണ്ട്, കുറച്ചൊരു ഇൻകം ഉള്ള ഒരാളെ കണ്ട്, ഒരു നല്ലൊരു വീട് കണ്ട്, അല്ലെങ്കിൽ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ഒരാളെ കണ്ട് കഴിഞ്ഞാൽ അയാൾ റിച്ച് ആണെന്നുള്ള ചിന്താഗതിക്കാരാണ് പലരും അല്ലെ. അങ്ങനെ അവർ റിച്ച് ആണോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് മനസ്സിലാക്കാം. അവർ റിച്ച് ആവുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിൽ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്ന ഒരു അവസ്ഥനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബിലോ പോവർട്ടി ലൈന് റേഷൻ കാർഡിന്റെ തരം തിരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബിലോ പോവർട്ടി ലൈൻ ഏതാണെന്നുള്ളത്. അതുപോലെ തന്നെ ആവറേജ്, എബവ് ആവറേജ് എന്ന് പറയുന്ന വെള്ളക്കാർഡ് കൊടുക്കുന്ന ആളുകൾ ഇവർ എബവ് ആവറേജ് ആണ് എന്നാണ് മറ്റുള്ളവരെല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അവർ ശരിക്കും എബവ് ആവറേജ് ആണോ? അല്ല. അവർ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന കുറെ ആളുകളുണ്ട് ഈ പെടുന്നതിൽ. അതായത് മിഡിൽ ക്ലാസ്സിൽ വരുന്നത് എങ്ങനെയാണ്? ഒരാളുടെ ഇൻകം, ആ ഫാമിലിയിൽ ഒരാളുടെ ഇൻകം ഒരു 7 lakhs താഴെയാണെന്നുണ്ടെങ്കിൽ അവർ മിഡിൽ ക്ലാസ്സിലാണ്. ഗവൺമെന്റിന്റെ കണ്ണിൽ പോലും അവരൊരു ടാക്സ് പേയിങ് പീപ്പിൾ ആവുന്നില്ല, അതുപോലെ തന്നെ അവരൊരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളാവുന്നില്ല ഗവൺമെന്റിന്റെ കണ്ണിലും. കാരണം ഇന്ത്യ നിയമപ്രകാരം ഒരു പേഴ്സണിന് 7 ലക്ഷത്തിന് മേലെ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് പറയുന്നത്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഒരു പേഴ്സണ് 7 ലക്ഷം രൂപ ഇൻകം ഉണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിൽ ഒരേ ഒരാൾക്ക് പോലും 7 ലക്ഷം രൂപ ഇൻകം ഇല്ല. നമ്മൾ ഇയർലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് 2 ലക്ഷം രൂപ ഉള്ള ആൾക്ക് എങ്ങനെ ജീവിക്കാം എന്ന് കുറിച്ചിട്ടാണ്. നമുക്ക് വീട്ടില് ഒരു ആൾക്ക് 7 ലക്ഷം രൂപ ഉണ്ട്, നമുക്ക് നല്ലൊരു വീടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം കുറച്ച് നല്ലൊരു കാർ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, 2 ആൺപിള്ളേരുണ്ട് നമ്മളെ വീട്ടിൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ റേഷൻ കാർഡിന്റെ തരം തിരിച്ചിട്ട് റേഷൻ കാർഡ് എവിടേക്ക് മാറി, നീലക്കാർഡിൽ നിന്ന് അല്ലെങ്കിൽ മഞ്ഞക്കാർഡിൽ നിന്ന് ഓറഞ്ച് കാർഡിലേക്ക് മാറി, അവിടെ നിന്ന് അത് വീണ്ടും വൈറ്റ് കാർഡിലേക്കൊക്കെ മാറുന്ന ഒരവസ്ഥ. സോ അവിടെ തന്നെ ഒരു വൈരുദ്ധ്യം ഉണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസീസ് തമ്മിൽ. 7 ലക്ഷം രൂപ മിനിമം ഇൻകം ഉള്ള ആൾക്കാണ് ടാക്സ് അടക്കേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞ കാർഡിന്റെ തരംതിരിക്കലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഇൻകം ഒട്ടുമില്ലാത്ത ഒരാൾക്ക് പോലും ആനുകൂല്യങ്ങൾ, ഈ പറഞ്ഞ റേഷൻ ആനുകൂല്യങ്ങളും മറ്റുള്ളതും കിട്ടാത്തൊരവസ്ഥ. അത് ഭക്ഷ്യസുരക്ഷ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഇന്ന് നാട്ടിൽ കുറെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന മാനദണ്ഡം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്ന ആളുകളെല്ലാം ഈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വരുന്നത് കൂടുതലായിട്ട്. അതായത് 458 മില്യൺ പീപ്പിൾ ആണ് ഇന്ത്യയിൽ ഉള്ളതെങ്കിൽ 435 മില്യൺ ജനങ്ങളും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് തന്നെ ഇന്ത്യയുടെ എക്കോണമിയുടെ 80% ഫണ്ടും കൊണ്ടുവരുന്നത് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. ഇത്രയധികം ഫണ്ട് ഇക്കണോമിക്ക് നൽകാൻ കഴിവുള്ള, അതായത് ഖാദി പോലത്തെ, ബീഡി തെരപ്പ് പോലത്തെ, അല്ലെങ്കിൽ ലേബർ വർക്ക് പോലെയുള്ള പല ലേബർ വർക്ക്സുകൾ ഉണ്ട്, പല രീതിയിലുള്ള ലേബർ വർക്ക്സ് ഉണ്ട്. അതിൽ തന്നെ ഹാൻഡ്ലൂം, പവർലൂം, ഇത്തരത്തിൽ ഒരുപാട് ഫാക്ടറീസ് ഒക്കെ അൺഓർഗനൈസ് സെക്ടറിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, നമ്മുടെ പ്രവാസികളൊക്കെ അൺഓർഗനൈസ് സെക്ടറിലാണ് വരുന്നത്. നമ്മൾ പ്രവാസി എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ആ ഹൈപ്പിൽ നിന്ന് താഴേക്ക് വന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ.
ആ ഹൈപ്പ് ഇല്ലാതായി കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊന്നും അത്ര ഇൻട്രസ്റ്റഡ് അല്ല അവിടെ നിൽക്കുന്നതും, അവിടെ നിന്നിട്ട് ഒരു ബെനിഫിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സാഹചര്യം. എന്നിരുന്നാലും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ജനങ്ങൾ എവിടെ പോയാലും ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. സോ അതിനാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. നമ്മളെപ്പോഴും എഡ്യൂക്കേറ്റഡ് ആവാനും സ്കിൽഡ് ആവാനും ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും മുന്നോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മൾ ഇനി വരുന്ന ജനറേഷനെ നമ്മൾ എങ്ങനെ എഡ്യൂക്കേറ്റഡ് ആക്കി നിർത്തുക അല്ലെങ്കിൽ സ്കിൽഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു വിസ എടുത്ത് UK ലോട്ട് പോയോണ്ടോ അല്ലെങ്കിൽ US ലോട്ട് പോയോണ്ടോ ഒന്നും നമുക്ക് നല്ല ജോലിയോ നല്ല സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ സ്കിൽഡ് ആവുകയും നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാഹചര്യങ്ങളും നല്ല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു വാസ്തവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്ന ഒരുപാട് അനധികൃത പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് നടക്കുന്ന റേപ്സ് ആയിട്ടും അതുപോലെ തന്നെ അവരുടെ ചൂഷണം ചെയ്യല്, അതുപോലെ തന്നെ നമ്മളിപ്പോ ലേബർ സപ്ലൈ എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് വേണ്ട ഒരു വരുമാനം കൊടുക്കാതെ ലേബേഴ്സിനെ എടുത്ത് കളക്ട് ചെയ്ത് പല നാടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് അതിന്റെ രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കാതെ, ടോയ്ലറ്റ് കൊടുക്കാതെ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട നമ്മളെ ഒരു നല്ല നല്ല സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാത്ത ഒരുപാട് വർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്, വർക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് നാഷണൽ ലെവൽ ഓഫ് സ്റ്റഡീസ് പറയുന്നത്. ഇതിന്റെ ഈ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് അങ്ങനെ ഉള്ള സെക്ടറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഒരു ബോർഡ് ഉണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് വർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലേബർ വർക്ക്സിന്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബോർഡാണ് സെൻട്രൽ ബോർഡ് ഓഫ് വർക്ക് എഡ്യൂക്കേഷൻ. അതിലെല്ലാം മനസ്സിലാക്കി അതിനെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മേഖലയായിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കാണേണ്ടത്. സോ ഇങ്ങനെയുള്ള ഈ ലെസ് ദാൻ 10 വർക്കേഴ്സ് ഉള്ള 10 താഴെയൊക്കെ ഉള്ള ആളുകളാണ് ഈ നമ്മുടെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, അവർക്ക് PF ഇല്ല, അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല, അല്ലെങ്കിൽ ബോണസ് ഇല്ല. ഇതൊന്നും കിട്ടാതെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതൊന്നും അൺഓർഗനൈസ് സെക്ടറിൽ ഉണ്ടാവില്ല. അതാണ് അൺഓർഗനൈസ് സെക്ടറിന്റെ ഒരു പ്രോബ്ലം. സോ അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊരു ഷോപ്പ് ഉണ്ട്, എനിക്ക് നല്ലൊരു ബിസിനസ് ആണ്, ഞാൻ നല്ലൊരു കട നടത്തുന്നുണ്ട്, എനിക്ക് നല്ല ഇൻകം ഉണ്ട് എന്ന് വിചാരിച്ചാൽ പോലും അതെല്ലാം ഉണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സംഗതി അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം നമ്മളിപ്പോ ആ ഒരു അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ഇല്ലാത്തൊരവസ്ഥ, അതാണ് സെക്യൂരിറ്റി ഇല്ലാത്തത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒരു ഓർഗനൈസ് സെക്ടറിലാണ്, നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നു. ആ കമ്പനിക്ക് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, എനിക്ക് മരിച്ചുപോയി, അല്ലെങ്കിൽ ഞാനൊന്ന് എന്തെങ്കിലും പെർമനന്റ്ലി ഡിസേബിൾഡ് ആയി എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കമ്പനി ആയിരിക്കും എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കമ്പനി എന്നെ നോക്കും, കമ്പനി എന്റെ ഹോസ്പിറ്റൽ ചെലവ് നോക്കും, കമ്പനി എനിക്ക് വേണ്ട ഇത്രയും ഇനിയുള്ള കാലത്തേക്ക് ജീവിക്കാനുള്ള കുറച്ച് ഫണ്ട് എനിക്ക് തരും എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് ജോലി കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കമ്പനിക്ക് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഗവൺമെന്റിനാണെങ്കിൽ ചെയ്യേണ്ടി വരും. ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് പറയുമ്പോൾ നമ്മൾ കമ്പനികളെയോ പ്രൈവറ്റ് കമ്പനികളെയോ മാത്രമല്ല, പബ്ലിക് ലിസ്റ്റഡ് കമ്പനികളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഓർഗനൈസ്ഡ് ആണ്. പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയും ഗവൺമെന്റ് ആയിട്ടുള്ള കുറെ സെക്ടേഴ്സ് ഉണ്ടല്ലോ, ആർമി അല്ലെങ്കിൽ പോലീസ്, ഇതെല്ലാം ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആണ്. സോ ഇത്തരത്തിലുള്ള കമ്പനി ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ്. അതാണ് ഓർഗനൈസ്ഡ് വർക്ക് ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സ്. എപ്പോഴും ആ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അങ്ങനെ ഇല്ല എന്നാണ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ അൺഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. നമുക്ക് വേറെ ആരും ഇല്ലല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, ഗവൺമെന്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു കമ്പനി ഇല്ല, ഒന്നുമില്ല. അപ്പൊ അവർക്ക് വേണ്ട ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷന് എല്ലാ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ആ വീഡിയോസ് എല്ലാം കാണുക. അത് ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന അൺഓർഗനൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും അവരുടെ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളതായിരിക്കും. സോ മുഴുവനായിട്ട് വീഡിയോസ് കണ്ട ആളുകൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്താണെന്നും ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്നും അവര് എങ്ങനെയാണ് അവർക്ക് ഉന്നമനത്തിലേക്ക് എത്തേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയുന്നത്. ചാനലിന് സബ്സ്ക്രിപ്ഷൻ തരിക, പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.